ആദ്യം തന്നെ നമുക്ക് സങ്കീർത്തനം അതിൻ്റെ 68-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ ശബ്ദത്തിൽ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. നമ്മൾ വായിച്ച ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. ദാവീദ് പഴയ നിയമ ഉടമ്പടിയിലുള്ള ആളാണ്. അദ്ദേഹത്തോട് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം അത് എഴുതി വെച്ചു. അദ്ദേഹത്തിന് അതിൻ്റെ യഥാർത്ഥ അർത്ഥമൊന്നും അറിയത്തില്ല, പറയാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ പറയുവാണ്, ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. പെട്ടെന്ന് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. സത്യത്തിൽ ബദ്ധന്മാർ കിടക്കുന്നത് താഴെയാണ്. അവിടെ ഉയരത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടൊരു കോമ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ ഉയരത്തിലേക്ക് കയറിയത് എങ്ങനെയാണെന്ന് അതിനുശേഷം പറയുക. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടാണ് ഉയരത്തിലേക്ക് കയറിയത്. ഇനി അത് ശരിയാണെന്ന് മനസ്സിലാക്കാനൊരു മാർഗമുണ്ട്. പുതിയ നിയമത്തിലേക്ക് നോക്കിയാൽ മതി. പുതിയ നിയമത്തിൽ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഞാൻ വായിക്കാം. ഇത് തന്നെ പൗലോസ് എടുത്തുദ്ധരിക്കുക. അപ്പോൾ വളരെ ക്ലാരിറ്റിയിലാണിത് പറയണേ. 8-ാമത്തെ വാക്യത്തിൽ പറയാം, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് പൗലോസാണ്. പൗലോസ് ഇത് പറയുന്നത് എവിടെന്നാ? പഴയ നിയമത്തിലെ ഒരു കോട്ടിങ് എടുത്താണ് പൗലോസ് ഇത് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. പഴയ നിയമത്തിൽ ദാവീദ് പറഞ്ഞ ഒരു കോട്ടിങ് എടുത്ത് പൗലോസ് പറയുവാണ്. പറഞ്ഞപ്പോൾ അതിൻ്റെ ഷേപ്പ് മൊത്തം മാറിയില്ലേ? നിങ്ങൾക്ക് തോന്നിയായിരുന്നോ അങ്ങനെ? ദാവീദ് പറഞ്ഞ എങ്ങനെയാ? ദാവീദ് പറഞ്ഞ, ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ഇതും പൗലോസ് പറഞ്ഞുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര വ്യത്യാസമില്ലേ? 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ്, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അതായത് പഴയ നിയമത്തിൽ ദാവീദിന് കിട്ടിയതുപോലെയല്ല പുതിയ നിയമത്തിൽ പൗലോസിന് കിട്ടിയത്. പഴയ നിയമത്തിൽ കൊടുത്തത് അവ്യക്തമാണെങ്കിൽ, നിഴൽ മാത്രമാണെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ആ നിഴൽ പൊരുളായി മാറി. പഴയ നിയമത്തിൽ ദാവീദ് പറയുന്നത്, യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ബദ്ധന്മാരായി കിടക്കുന്നവരെ വിടുവിച്ച് അവരെയും കൊണ്ട് സ്വർഗത്തിലേക്ക് കയറി ദാനങ്ങളെ കൊടുത്തു എന്നാണ് പറയണേ. പക്ഷെ ഈ കാര്യം പൗലോസിന് വ്യക്തമല്ല. പൗലോസ് ഒരു നിഴലേ കണ്ടിട്ടുള്ളൂ. ഇപ്പം നമ്മൾ മുറിയിലിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കയറി വരുക. കയറി വരുന്ന ആളുടെ നിഴൽ കണ്ടു. നമുക്ക് ആളാരാണെന്ന് കൃത്യം പറയാൻ പറ്റുമോ? ഇല്ല, വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? പക്ഷേ ആളകത്ത് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായി, ഇന്ന ആളാ വന്നേക്കണേന്ന്. ഇതുപോലെയാ പഴയ നിയമത്തിൽ അവർ നിഴലേ കണ്ടുള്ളൂ, പൊരുൾ അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വ്യക്തതയില്ല എന്താ പറയണ്ടേന്നുള്ളത്. പക്ഷെ പൗലോസ് പൊരുൾ കണ്ടേക്കുവാ. പൗലോസ് പറഞ്ഞു, അവൻ താഴേക്ക് ഇറങ്ങി വന്ന് ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കൊണ്ടുപോയി ദാനങ്ങളെ കൊടുത്തു. ഇവിടെ ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ മീനിങ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ച് പഴയതിലേക്ക് പോകണം. അതായത് ആദവും ഹവ്വയും അവരെവിടെയായിരുന്നു? ഏദൻ തോട്ടത്തിലായിരുന്നു. ഭൂമിയിൽ തന്നെ ദൈവം ഒരുക്കി വെച്ച ഏദൻ തോട്ടത്തിലായിരുന്നു ആദവും ഹവ്വയും. ശരിയാണല്ലോ? ഞാൻ കരുതുന്നത് എങ്ങനെയാണ്, ഭൂമി ദൈവം സൃഷ്ടിച്ചു, അത് മനുഷ്യന് കൊടുത്തു. അതിൻ്റെ അകത്ത് ദൈവം ഒരു കൊട്ടാരം പണിതു. ആ കൊട്ടാരത്തിന് ഏദൻ തോട്ടം എന്ന് പേരിട്ടു. അതിൻ്റെ അകത്ത് ആദത്തിനെ ഹവ്വനെയും ആക്കി. ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ അകത്ത് ആദത്തിനോടും ഹവ്വയോടും കൂട്ടുകൂടാൻ, ആദവും ഹവ്വയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫെല്ലോഷിപ്പിന് വേണ്ടി ദൈവം എപ്പോഴും ഇറങ്ങി വരുന്ന ഒരു സ്ഥലമായിരുന്നു. ഞാൻ അല്പം ഭാവനയിലാണ് പറയുന്നത്, പക്ഷെ അതിൻ്റെ അകത്തൊക്കെ എന്തോ പൊരുളുണ്ട്. അപ്പം അങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ തന്നെ കഴിഞ്ഞിരുന്ന ആദവും ഹവ്വയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു സ്വർഗം തീർത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഭൂമിയിൽ തന്നെ സ്വർഗത്തിൻ്റെ ഒരു അന്തരീക്ഷം കിട്ടാൻ ഒരു കൊട്ടാരം പണിതു, ഏദൻ തോട്ടം. അതിൻ്റെ അകത്ത് ദൈവസാന്നിധ്യം വരുന്നതോടാണല്ലോ സ്വർഗം. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന ആദത്തിനും ഹവ്വയ്ക്കും ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏദൻ തോട്ടത്തിലായിരുന്നാൽ മതി. എപ്പോഴും
പക്ഷേ അവർ പിശാചിനാൽ വശീകരിക്കപ്പെട്ട് താഴേക്ക് വീണുപോയപ്പോൾ അവരെന്ത് ചെയ്തു? അവരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. ഭൂമിയിൽ നിന്നാണോ പുറത്താക്കിയത്? അല്ല, ഭൂമിയിലുണ്ടവർ, പക്ഷെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തുപോയി. കൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ പാപം ചെയ്താൽ തുടരാൻ പറ്റത്തില്ല. ഏതേൻ തോട്ടത്തിൻ്റെ പ്രത്യേകത, ദൈവസാന്നിധ്യത്തിൻ്റെ പ്രത്യേകത, പാപം ചെയ്താൽ അവിടെ തുടരാൻ പറ്റത്തില്ല. പക്ഷെ ഭൂമിയോ, പാപം ചെയ്തവർക്കൊക്കെ ജീവിക്കാം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ജീവിച്ചത് ഇത്ര നാൾ. ഹല്ലേലൂയ. അപ്പോൾ ഭൂമിയുടെ പ്രത്യേകത എല്ലാവർക്കും ജീവിക്കാം. ഏതേൻ തോട്ടത്തിൻ്റെ പ്രത്യേകത പാപം ചെയ്താൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതുകൊണ്ട് അന്ന് തന്നെ മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകലത്തിലേക്ക് പോകേണ്ടി വന്നു, മാറിപ്പോകേണ്ടി വന്നു. അതിനെ ആത്മീയ അർത്ഥത്തിൽ ദൈവം പറയുവാണ് താഴേക്ക് ഇറങ്ങി എന്ന് പറയാം. ഇനി ഒന്നോടെ ആ ഒരു വാക്യം, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അതിൻ്റെ വ്യാഖ്യാനം 9-ാം വാക്യത്തിൽ പറയുക, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ശ്രദ്ധിച്ചോ? ഇനി ആ വാക്യത്തെ നമുക്ക് ശരിക്കൊന്ന് വിശദീകരിച്ചേ. അതായത് ദൈവത്തിൽ നിന്നും അകന്നത് നിമിത്തം ഭൂമിയിൽ തന്നെ ജീവിക്കേണ്ടി വന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ഓരോ നാളുകൾ കഴിയും തോറും പിശാച് ബന്ധിച്ചു കൊണ്ടിരുന്നു. പല രീതിയിലുള്ള ബന്ധനങ്ങൾ. കാരണം എന്താ? പാപം പെരുകിക്കൊണ്ടേയിരുന്നു ഭൂമിയിൽ. ആദ്യം ആദവും ഹവ്വയും കൂടി ഒറ്റ പാപം ചെയ്തോളൂ. എന്തുമായിരുന്നു? കഴിക്കരുതെന്ന് പറഞ്ഞ് ആ വൃക്ഷത്തിലെ പഴം കഴിച്ചു. ആ ഒറ്റ തെറ്റ് ചെയ്തോളൂ. പക്ഷെ പിന്നെ വന്ന തെറ്റുകൾ ആ ഇൻറ്റൻസിറ്റിയിലാണോ? അല്ല, ആഴത്തിലുള്ള തെറ്റുകളാണ്, ഇല്ലേ? അത് കഴിഞ്ഞ ഉടനെ അടുത്ത് വന്ന തെറ്റ് കൊലപാതകമാണ്. ഹാബേലിനെ കൊന്നുകളഞ്ഞു, സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു. ദൈവത്തോട് മറുതലിച്ചു, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നൊക്കെ ചോദിച്ചു. എന്തൊക്കെ തെറ്റുകൾ അതിനുശേഷം വന്നെന്ന് ആലോചിച്ച് നോക്കി, ഇല്ലേ? ലാമക്ക് എന്ന് പറയുന്ന ആളായപ്പോഴത്തേക്കും പുള്ളി പറയുകയാണ്, കൈനെതിരെ 7 പ്രതികാരം ചെയ്യുമെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അവനോട് 77 ഇരട്ടി ഞാൻ പകരം ചെയ്യും. അപ്പം അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലായോ? പാപം പെരുകിക്കൊണ്ടേയിരുന്നു. പാപം പെരുകുന്നതിനനുസരിച്ച് മനുഷ്യൻ കൂടുതൽ കൂടുതൽ ബന്ധനത്തിലായി തീർന്നു. അവൻ കൂടുതൽ കൂടുതൽ ബന്ധിക്കപ്പെട്ടു. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുക, പക്ഷെ നമുക്ക് ആ അധികാരം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ആലോചിച്ച് നോക്കി. ശരിക്കും പറ്റുന്നുണ്ടോ? ഇല്ല. ആ സങ്കീർത്തനം 8-ാം അധ്യായം എന്ന് വായിക്കണം. അവൻ ആകാശത്തെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ച്, മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഇതിനെ സൃഷ്ടിച്ച് എല്ലാത്തിൻ്റെ അധികാരിയാക്കി ആരെ വെച്ചു? മനുഷ്യനെ വെച്ചു. പക്ഷെ മനുഷ്യന് ഈ അധികാരമൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വൈ? എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്? ഇപ്പോൾ നിങ്ങളൊരു മുറിയിൽ നിൽക്കുക. ആ മുറിയിൽ നിങ്ങൾക്ക് വേണ്ട സകല സാധനമുണ്ട്. ഭക്ഷണങ്ങളുണ്ട്, മ്യൂസിക് കേൾക്കാനുള്ള സാധനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ നിങ്ങളെ കയ്യും കാലും ഒക്കെ കൂട്ടിപ്പിടിച്ച് കെട്ടിവിടെ ഇട്ടേക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അതിനകത്ത് എന്തെങ്കിലും നന്മ ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നിങ്ങൾ കെട്ടിയിട്ടേക്കുക. ഇതാണ് ഇപ്പോഴത്തെ മനുഷ്യൻ്റെ അവസ്ഥ. മനസ്സിലായോ? പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? ഇങ്ങനെ കിടക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ കുറേ ദാനങ്ങളുണ്ട്. ഈ ദാനങ്ങൾ മേടിക്കാൻ ഒരു കാരണവശാലും ഇവൻ ഉയരത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന് ദൈവത്തിന് മനസ്സിലായി. കാരണം എന്താ? ഓരോ നാൾ കഴിയുന്തോറും കെട്ട് മുറുകിക്കൊണ്ടിരിക്കുക, പുതിയ കെട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു പദ്ധതി ഒരുക്കി. ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരുന്ന ഓരോരുത്തരുടെയും ബന്ധനം അഴിക്കുക. യേശു ചെയ്ത അതല്ലേ? 3.5 വർഷം യേശു അഴിച്ച ബന്ധനങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ബന്ധനങ്ങൾ അഴിച്ചു യേശു, ശരിയല്ലേ? അതിനുശേഷം 12 പേരെ റെഡിയാക്കി നിർത്തി. പലരുടെയും ആരോഗ്യപരമായ ബന്ധനങ്ങളെ അഴിച്ചോളൂ, ഇല്ലേ? രക്തസ്രാവക്കാരി സ്ത്രീ, അവരെന്തു പറ്റി? രക്തസ്രാവം മാറ്റിക്കൊടുത്തു, ആ ഒരു ബന്ധനം അഴിച്ചു, ഇല്ലേ? അല്ലെങ്കിൽ കൂനിയായ സ്ത്രീ, ആ കൂന് മാറ്റിക്കൊടുത്തു. പക്ഷേ അപ്പസ്തോലന്മാരെ അങ്ങനെയാണ് ചെയ്തത്. കംപ്ലീറ്റ് ബന്ധനം അഴിച്ചു, അവരെ ശക്തരാക്കി മാറ്റി ഈ 3.5 വർഷം കൊണ്ട്, ശരിയല്ലേ? അങ്ങനെ യേശു ഭൂമിയിൽ വന്ന് കെട്ടുകളെ അഴിച്ച് ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ? ഇവരെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവരും. ഇവരെ ബന്ധനം അഴിച്ചിട്ട് യേശു ഭൂമിയിൽ വന്നു. ഭൂമിയിൽ വന്ന യേശു ബന്ധിക്കപ്പെട്ടിരുന്ന ആളുടെ ബന്ധനം അഴിച്ചു. ഒന്ന് എഴുന്നേറ്റ്. എന്നിട്ട് ഈ ആളെയും കൂട്ടിക്കൊണ്ട് പോകുക. എങ്ങടാ പോണേ? ഉയരത്തിലേക്ക്. എന്തിനാ പോണേ? ദാനങ്ങളെ കൊടുക്കാൻ. ഹല്ലേലൂയ. ബന്ധനം അഴിച്ച ആളെയും കൊണ്ട് യേശു ഉയരത്തിലേക്ക് പോകുവാണ്, ഉയരത്തിലെ ദാനങ്ങളെ കൊടുക്കാൻ വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യം? ഉയരത്തിൽ കൊണ്ടുപോയി ദാനങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്ന് ആരും കരുതരുത്. എഫേസ്യ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ നിങ്ങളെ
പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിൻ്റെ കൂടെ ഇരുത്തിയിരിക്കുന്നു. ആരോടെ പറയണെന്നറിയോ? സിമിത്തേരി പോയല്ല പറഞ്ഞേ, പ്രസംഗം കേൾക്കുന്നവരോട് പറയുക. പ്രസംഗം കേൾക്കുക ആൾക്കാർ ജീവനോടെ ഇരിക്കുക, അവരോട് പറയാം, നിങ്ങളെ ദൈവം പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിനോട് കൂടെ ഇരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം എന്ത് മനസ്സിലായി? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ ഇരിക്കാൻ സാധിക്കും. ഭൂമിയിൽ ആദം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവന് അതിൻ്റെ അകത്ത് ദൈവം ഒരുക്കി കൊടുത്ത കൊട്ടാരത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ സാധിച്ചതുപോലെ പുതിയ നിയമത്തിൽ നമ്മെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച യേശു നമ്മെ ഉയരത്തിൽ കൊണ്ടുപോയി നല്ല ദാനങ്ങളെ തന്ന് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ കൊട്ടാരത്തിൽ ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്കറിയാം, കാരണം ഇതിൻ്റെ മുകളിലുള്ള ഭാഗം കൂടി പറയണം, എന്നാലേ ക്ലിയർ ആവുള്ളൂ. പക്ഷെ എന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ദൈവം അധോഭാഗങ്ങളിലേക്ക്, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി വന്നു അവിടെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാൻ കാരണം, മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ഭൂമി ഉള്ളപ്പോൾ തന്നെ അവനൊരു ഏദൻ തോട്ടം ഉള്ളതുപോലെ ഈ ഭൂമി ഉള്ളപ്പോൾ തന്നെ നമുക്കൊരു ഏദൻ തോട്ടം കർത്താവ് ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ പാപം നടന്ന ഏദൻ തോട്ടം എന്ന് പറഞ്ഞിട്ട് ആർക്കും വലിയ പിടിയിട്ടുള്ള, ഏദൻ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് ജീവവൃക്ഷത്തിൻ്റെ ഫലം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കണം. ആ ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിച്ചു നോക്കണം. ഇതുപോലൊരു സാഹചര്യത്തിലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടുവരാൻ യേശു കാൽവരിയിൽ യാഗമായി തീർന്നു. എന്നിട്ട് ഇവരുടെ ഓരോരുത്തരുടെയും ബന്ധനഴിച്ചു ഉയരത്തിൽ കൊണ്ടുപോയി ദൈവത്തിൻ്റെ ദാനങ്ങളെ കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. ദാനങ്ങൾ ദൈവം തരുന്നു, പക്ഷെ നമ്മൾ എത്ര പേര് ഉപയോഗിക്കുന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യം. ദൈവം നമ്മെ കൊണ്ടുപോയി ദാനങ്ങളെ തരുന്നു. അവിടെ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ബന്ധനം അഴിക്കണം. അതിനുവേണ്ടി കർത്താവ് ഇവിടെ വന്നു. ചുരുക്കി പറഞ്ഞാൽ പറുദീസയിൽ, അതായത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ പറുദീസയിൽ ആയിരുന്ന ആദത്തെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് ഉയരത്തിലെ ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ സാധിക്കും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഒരാത്മീയ മനുഷ്യനായി നിലകൊള്ളുമ്പോഴെല്ലാം നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലാണ്. ഹല്ലേലൂയ. എപ്പോഴെല്ലാം നിങ്ങൾ കോപിക്കുന്നു, എപ്പോഴെല്ലാം നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അപ്പോഴൊക്കെ നിങ്ങൾ ഭൂമിയിലാണ്. എവിടെയാ? ആർക്കും ഒന്നും മനസ്സിലാവണില്ല. ഒരു ഉപകാരം ചെയ്യാം കുര്യാക്കോസെ, ആ 2 ചേർന്നെടുത്ത് ഇവിടെ കൊണ്ടുവരാവോ? 2 എടുത്തു, പെട്ടെന്ന് കയറാം നമുക്ക്. ഇതാ 2 ചെയർ അവിടെ വെച്ചു. ഇത് 2 ചെയർ ഞാൻ ഉപയോഗിക്കുന്ന ചെയറാണ് എന്ന് കരുതുക. ഞാൻ ഉപയോഗിക്കുന്ന ചെയറാണ്. ഈ ചെയർ ഭൂമിയിലായിരിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ചെയർ. ഈ ചെയർ ഞാൻ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള ചെയറാണ്. അതായത് പഴയ നിയമത്തിൽ ആദം ഭൂമിയിലായിരുന്നപ്പോൾ ഉപയോഗിച്ച ചെയറും പറുദീസയിലായിരുന്നപ്പോൾ ഉപയോഗിച്ച ചെയറും. ഇവിടെ നമുക്കുണ്ട് 2 ചെയർ. രക്ഷിക്കപ്പെട്ടപ്പോൾ, ബന്ധനം അഴിഞ്ഞപ്പോൾ, ഉയരത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ നമുക്കൊരു കസേര കിട്ടി. എവിടെയാ? ഉയരത്തിൽ. ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇത് വേണമെങ്കിൽ കണ്ണുകൊണ്ട് കാണാം, ഇത് കാണാൻ പറ്റത്തില്ല. ഇത് വിശ്വാസത്താൽ പ്രാപിക്കേണ്ട കാര്യമാണ്. ഞാൻ ഭൂമിയിലിരിക്കുന്നു കാരണം ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എനിക്ക്, ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, ഒരു പോസ്റ്റ്മാൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഭൂമിയിലുണ്ട്. സമൂഹത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നു. പക്ഷെ ഞാൻ എപ്പോഴെല്ലാം ഒരു ആത്മീയനായി മാറുന്നു, അതായത് തികഞ്ഞ ആത്മീയത എന്നിൽ വെളിപ്പെടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഇരിക്കുന്നത് ഈ ചെയറിലാണ്. ഹല്ലേലൂയ. പിശാചിൻ്റെ ഉദ്ദേശം, ഈ ചെയറിൽ ഞാൻ അധികം നേരം ഇരിക്കുന്നത് അവന് ഇഷ്ടമല്ല. ഞാൻ അധികം നേരം ആരാധിക്കുന്ന പിശാചിന് ഇഷ്ടമല്ല. ഞാൻ അധികം നേരം ബൈബിൾ വായിക്കുന്ന പിശാചിന് ഇഷ്ടമല്ല. ഞാൻ അധികം നേരം പ്രാർത്ഥിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. ഞാൻ മറ്റുള്ളവരോട് ഒരുപാട് ക്ഷമിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് സൗമ്യനായി മാറുന്ന പിശാചിന് ഇഷ്ടമല്ല. കാരണം അത് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈ ചെയറിലിരിക്കുന്നത്. ഈ ചെയറിൽ ഞാൻ ഇരിക്കുമ്പോഴെല്ലാം പിശാചിന് ഞാനൊരു വെല്ലുവിളിയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുമ്പോൾ പിശാചിന് ഒരു കുഴപ്പമില്ല. എന്തൊക്കെ വേസ്റ്റ് വേണമെങ്കിലും ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മേത്ത് കൊണ്ടുവന്നിടാം. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഞാൻ
എൻ്റെ ദൈവമേ, ഇത്ര നേരം ഇവിടെ ഇരുന്ന് ഒരുപാട് വേസ്റ്റായി, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ഇവിടെ പോയി ഇരിക്കുമ്പോൾ ഞാൻ ആള് മാറുവാണ്. ഹല്ലേലൂയ. അവിടെ ഇരുന്നപ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യൻ, ആദത്തിന്റെ സന്തതി, പാപത്തിൽ വീണുപോകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പിശാചിന് കീഴ്പ്പെട്ടു പോകാൻ സാധ്യതയുള്ള, ബന്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ. എന്നാൽ അവിടെ നിന്ന് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ ശക്തനായി മാറുവാണ്. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവം തൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച് ഓർക്കും. എന്ത് വാഗ്ദത്തമാണ്? ഞാൻ ഭൂമിയെ മനുഷ്യന് അവകാശമായി കൊടുത്തിരിക്കുന്നു, അതിൻ്റെ അകത്ത് ഞാൻ സൃഷ്ടിച്ച സകലത്തിൻ്റെ മേൽ വാഴുവാൻ ഞാൻ അവനെ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ മുഴുവൻ ദൈവം ഓർമ്മിക്കുന്നതും ദൈവം പകരുന്നതും ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. എത്ര പേര് ആ കസേര ഇപ്പോഴും ഉണ്ട്? ചിലതിൻ്റെ കാലക്കൊടിഞ്ഞ് മൂലയ്ക്ക് കിടക്കണേന്ന് തോന്നുന്നു, ചിലത് മാറാമ്പല് പിടിച്ച് നാശകാരൻ ഇരിക്കണ്ടേ. ഹല്ലേലൂയ. ഇനി പറ, ആത്മീയനായി സാധിക്കുന്നിടത്തോളം സമയം ആത്മീയനായി നിലകൊള്ളുക. ആ ചെയറിലിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈ ചെയറിൽ ഇരിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ എന്താ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഭൂമിയിലുണ്ട്. മക്കളെ നോക്കണ്ടേ, ഭാര്യയെ നോക്കണ്ടേ, ഭർത്താവിനെ നോക്കണ്ടേ, ജോലിയില്ലേ, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണ്ടേ, സമൂഹത്തിലെ കാര്യങ്ങൾ, ഇതൊക്കെയുണ്ട്. പക്ഷെ ഇതൊക്കെ ഉള്ളപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും അവിടെ പോയി ഇരിക്കാനുള്ളൊരു ദാഹം അകത്തുണ്ടാവണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന 1000 ദിവസത്തേക്കാൾ ഇവിടെ ഇരിക്കുന്ന ഒരു ദിവസം എനിക്ക് പ്രധാനപ്പെട്ടതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദ് പറയാ, ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അത് തന്നെ വാഞ്ചിക്കുന്നു. എന്തുവാ? നിന്റെ മനോഹരത്വം കാണാൻ, നിന്റെ ആലയത്തിൽ ഇരിക്കാൻ. ഹല്ലേലൂയ. ആലയത്തിൽ ഇരിക്കാന്ന് പറഞ്ഞ് ഇവിടെ വരരുത്. ഇവിടെ ആകെ നമുക്ക് 3-4 മണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ. കഴുത്തിന് പിടിച്ചവർ പുറത്താക്കും. പക്ഷെ ഈ ആലയം നമുക്ക് എവിടെ വേണമെങ്കിലും സൃഷ്ടിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ഒരു മുറിക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ദൈവ സാന്നിധ്യം കൊണ്ടു നടക്കുന്നവർ പോകുന്നിടത്തെല്ലാം ആലയമാ, പോകുന്നിടത്തെല്ലാം സ്വർഗമാ. ഹല്ലേലൂയ. ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യം, മനുഷ്യന് വാഗ്ദത്തം ചെയ്തു കൊടുത്ത കാര്യം എന്തോ അത്? അതായത് നീ സകലത്തിൻ്റെ മേൽ വാഴുക. ഇത് നടക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. നീ അവിടെ 12 മണിക്കൂർ ഇരിക്കുന്നു, ഇവിടെയും 12 മണിക്കൂർ ഇരിക്കുന്നു എന്ന് കരുതുക. സപ്പോസ് അവിടെ 12 മണിക്കൂർ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വലിയ പാടാണ്. ഓക്കെ, സപ്പോസ് ചിന്തിക്കുക, അവിടെ 12 മണിക്കൂർ, ഇവിടെ 12 മണിക്കൂർ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന 12 മണിക്കൂറിൽ ഈ ഭൂമിയുടെ അധികാരി പിശാചാണ്. ഈ ഭൂമിയുടെ എന്ന് പറഞ്ഞാൽ നിന്റെ പരിധി, നിന്റെ റെലം, നിന്റെ അധികാര പരിധിയിലെ അധികാരം മുഴുവൻ നീ ആർക്ക് കൊടുക്കുന്നു? പിശാചിന് കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ നീ അത് തിരിച്ചു പിടിക്കുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ വെച്ച് നീ കൊടുത്ത അധികാരം ഇവിടെ വെച്ച് നീ തിരിച്ചു പിടിക്കുക. ഹല്ലേലൂയ. പിശാച് ആഗ്രഹിക്കുവാണ് അവിടെ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഇരുന്നോട്ടെ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇരിക്കണ്ട എന്ന് പിശാച് ആഗ്രഹിക്കുക. കാരണം എന്താ? ബാക്കി സമയം മുഴുവൻ അധികാരം എൻ്റെ കയ്യിലിരിക്കും. ഹല്ലേലൂയ. എന്നാൽ പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കാൻ നീ തയ്യാറാകുമ്പോൾ പിശാചിൻ്റെ മേൽ നിനക്ക് അധികാരം എടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. യേശുവിനോട് പിശാച് പറയുവാണ്, ഈ കാണുന്നതൊക്കെ കണ്ടോ, ഇതെല്ലാം എൻ്റെയാണ്, നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി, ഞാൻ നിനക്ക് തന്നേക്കാം. അല്ലെ, ഇതെല്ലാം എൻ്റെ ആണെന്ന് പറയാൻ അവൻ എങ്ങനെ ചങ്കൂറ്റം വന്നേ? യഥാർത്ഥ അവകാശിയെ അവൻ കെട്ടി വരിഞ്ഞ് മൂലക്കിട്ടേക്കണേ. ഇനിയിപ്പോൾ അവന് ചങ്കൂറ്റത്തോട് പറയാം, ഇതൊക്കെ എൻ്റെയാ. കാരണം എന്ന് വെച്ചാൽ ചോദിക്കാൻ ആരും വരത്തില്ല. ചോദിക്കാൻ വരേണ്ടവൻ എന്തെടുക്കുക? അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കണേ. രോഗമാണേ, തലവേദനയാണേ, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ലേ, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ലേ, എൻ്റെ ജോലി സ്ഥലത്ത് എല്ലാവരും എന്നെ കളിയാക്കണേണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അവൻ ചോദിക്കാൻ വരത്തൊന്നുമില്ല. ഹല്ലേലൂയ. എന്നാൽ ആ കസേരയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ കസേരയിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ ഇത് മുഴുവൻ എൻ്റെയാന്ന് പറയുമ്പോൾ ഏത് വകയിലാന്ന് നിനക്ക് ചോദിക്കാം. കാരണം ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടയാളാ. എൻ്റെ ദൈവം എനിക്ക് വാഗ്ദത്തം തന്നതാ. ഈ ഭൂമിയിലെ സകല അധികാരവും അവൻ എനിക്ക് വാഗ്ദത്തം തന്നതാ. അതുകൊണ്ട് ഞാനാണ് ഇതിൻ്റെ അധികാരി. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിനകത്ത് പറയുവാണ്, 4-ാം അധ്യായത്തിനകത്ത്, അവകാശി ബാലനായിരിക്കുന്നിടത്തോളം വേലക്കാരനേക്കാൾ ദാസനേക്കാൾ ഒട്ടും വലിയവനല്ല. എന്നാൽ അവൻ വലുതായി കഴിയുമ്പോൾ അവൻ ചോദിക്കും,
ഞാനൊരു ബാലനാണെന്ന് കരുതാം. എനിക്ക് ആകെ 2 വയസ്സോ 3 വയസ്സോ ഉള്ളൂ. എൻ്റെ അപ്പൻ സമ്പാദിച്ചിട്ടിരിക്കുന്ന എല്ലാത്തിൻ്റെ അവകാശം ഞാനാ, ശരിയല്ലേ? എൻ്റെ വീട്ടിലൊരു വേലക്കാരുണ്ട്, അവന് ഒരു സാധനത്തിലും ഒരവകാശവും ഇല്ല, ശരിയല്ലേ? അവകാശം മുഴുവൻ ആർക്കാ? 3 വയസ്സുള്ള എനിക്കാണ്. എങ്കിലും ഞാൻ ബാലനായതുകൊണ്ട് എന്നേക്കാൾ അധികാരം ആർക്കായിരിക്കും? ദാസനായിരിക്കും, ഇല്ലേ? അപ്പനമ്മ വീട്ടിലില്ല. ഞാൻ TV വയ്ക്കാൻ പോകുമ്പോൾ ദാസൻ എന്താ പറയും? ഡാ തൊട്ടു പോകരുതെന്ന് പറയും. TV ആരുടെയാണ്? TV ആരുടെ? എൻ്റെയാണ്. പക്ഷെ ദാസൻ എന്താ പറഞ്ഞേ? തൊട്ടു പോകരുത്. പിന്നെ എന്ത് ചെയ്യും? അപ്പം തന്നെ തൊടാതെ വന്ന് ഇവിടെ, എവിടെ? അവിടെയല്ല, ഇവിടെ ഇരിക്കും. തൊടാതെ ഇവിടെ വന്നിരിക്കും, അല്ലേ? നമ്മൾ വലിയ മീശയൊക്കെ വെച്ച് വലിയ ആളാണെങ്കിൽ ഇപ്പോഴും ശിശുക്കളെ പോലെയാണ് പിശാചിൻ്റെ മുമ്പിൽ. ഇപ്പോഴും ബാലനാണ്. നീ ഭരിച്ചാൽ മതി, എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മെ തന്നെ ചെറുതാക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ പയ്യന് 3 വയസ്സുള്ളപ്പോൾ അത് സാധിച്ചു. ഈ പയ്യനൊരു 15 വയസ്സായി കരുതുക. 15 വയസ്സായി. 15 വയസ്സായപ്പോൾ TV വയ്ക്കാൻ വേണ്ടി വരുവാണ്. ആ സമയത്ത് ദാസൻ അവിടെ നിന്ന് വിളിച്ചു, എടാ തൊട്ടു പോകരുതെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? വിവരം അറിയും, അല്ലേ? വിവരം അറിയും, അല്ലേ? ഹല്ലേലൂയ. 15 വയസ്സായ നീ അധികാരം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പിന്നിരിക്കുന്നത് ഇവിടെ ആയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് അധികാരം ഉപയോഗിക്കാൻ പറ്റാത്തത് പല അറിവില്ലായ്മയുടെയും പല ബലഹീനതകളുടെയും ബന്ധനത്തിൽ കിടക്കുന്നതുകൊണ്ട്, കാരാഗ്രഹത്തിൽ കിടക്കുന്നതുകൊണ്ട്. 1 അറിവില്ലായ്മയുണ്ട്, 2 ബലഹീനതയാണ്. അത് ചെയ്യരുതെന്ന് ആഗ്രഹിക്കും, ചെയ്തു പോവും, ശരിയല്ലേ? കോപിക്കരുതെന്ന് ആഗ്രഹിക്കും, കോപിച്ചു പോവും. അഹങ്കരിക്കരുതെന്ന് ആഗ്രഹിക്കും, അഹങ്കരിച്ചു പോവും. സൗമ്യനായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കും, അതിന് പറ്റൂല. എന്തൊക്കെ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കോ അതിനൊക്കെ നേരെ വിപരീതം ചെയ്തു പോവും. ഹല്ലേലൂയ. ഇതുകൊണ്ട് ഇതിൻ്റെ കാരാഗ്രഹത്തിലാണ് നമ്മൾ കിടക്കണേ. അത് കാരണം നമുക്ക് അധികാരം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ആമേൻ. എത്ര പേര് അധികാരം ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്? ബ്രദറെ, ഇങ്ങനെ കിടന്നത് എനിക്ക് മതിയായി എന്ന് പറഞ്ഞ എത്ര പേരുണ്ട്?